നവാഗതനായ ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസിന്റെ 50ാമത്തെ ചിത്രമായി പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ഓണം റിലീസാണ് ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം. ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. ടൊവിനോ തോമസ് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു സീനിയർ ആർട്ടിസ്റ്റിലോട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിലായിരുന്നു. ഈ പോസ്റ്ററിലൊക്കെ T15 എന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ ഒരു ഞെട്ടലായി. കാരണം 50ാമത്തെ ചിത്രമായോ, ഇത്ര പെട്ടെന്ന് 50 ചിത്രങ്ങളായോ എന്ന് ഓർത്തു. പിന്നീടാണ് ശരിയാണ്, കാരണം ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ്. വളർച്ചയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു ലീഡ് സ്റ്റാറായിട്ട് ആ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷന് കിട്ടിയ ഒരു കയ്യടി തന്നെ അതിനുള്ളൊരു എക്സാമ്പിളാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും ആയി എന്നുള്ള നമ്മുടെ സ്വന്തം സൂപ്പർമാനാണ് ടൊവിനോ തോമസ്. അപ്പം അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ചിത്രം, അതുപോലെ തന്നെ ജിതിൻ ലാൽ എന്ന് പറയുന്ന പുതിയ നവാഗതനായ സംവിധായകൻ്റെ ആദ്യത്തെ ചിത്രം, ഒരുപാട് മിസ്റ്ററികൾ നിറഞ്ഞ, അല്ലെങ്കിൽ ആ പേരിൽ തന്നെ ഒരു കൗതുകം നിറഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. മിന്നൽ മുരളിക്ക് ശേഷമാണ് ഈ ചിത്രത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം ആ സമയത്ത് ഒരു മോഷൻ പോസ്റ്ററും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വിട്ടിരുന്നു. അതെല്ലാം ഗംഭീരമായിരുന്നു. അതൊക്കെ ഒരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. എന്തോ മറ്റൊരു ടൊവിനോ തോമസിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയും ജനിപ്പിക്കുന്നതായിരുന്നു. എന്തായാലും തിയേറ്ററിലേക്ക് ചിത്രം വന്നിരിക്കുകയാണ്. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മിസ്റ്ററി, അഡ്വഞ്ചർ, ഫോക്ക്, ത്രില്ലർ, ഒരു ഫാൻറ്റസി ചിത്രമാണ് ARM അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രം. തിയേറ്ററിൽ എന്തായാലും ഒരു 3D തന്നെ കാണുക. അത് ഞാൻ എടുത്തു പറയുകയാണ്. 3D വാച്ചിൽ ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് സൂപ്പർബായിട്ട് ചെയ്തു വെച്ച ഒരു വർക്കാണ്. അത്യാവശ്യം അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന 3D വർക്കുകളെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇൻട്രൊഡക്ഷൻ സീന്, അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്ന VFX 3D വർക്ക് കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക അനുഭവം നമുക്കുണ്ടാക്കുന്ന, അല്ല തിയേറ്ററിൽ നമ്മളെ പിടിച്ച് ഒരു മുത്തശ്ശിക്കഥ പറയുന്ന രീതിയിലേക്ക്, നമ്മളെ ഒരു പഴങ്കഥ കേൾക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലത്തെ ആ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് ARM എന്ന് പറഞ്ഞ ചിത്രം. ഓണത്തിന് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എല്ലാം മറന്ന് നമുക്കൊരു വിസ്മയത്തിൽ ആഴ്ന്നിറങ്ങാൻ പറ്റിയ ഒരു ചിത്രമാണ് ARM എന്ന് പറഞ്ഞ ചിത്രം. ടൊവിനോ തോമസിനെ കൂടാതെ ഒരു സൗത്ത് ക്രഷായി മാറിയ കൃതി ഷെട്ടി, അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, സുരഭി, ജഗദീഷ് ഏട്ടൻ, മാല പാർവതി എന്ന് തുടങ്ങിയ ഒരു അത്യാവശ്യം ഡീസന്റ് കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിന്റെ ടെക്നിക്കൽ ടീമിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. അതിന്റെ റൈറ്ററായിട്ട് വന്നിരിക്കുന്നത് സുജിത്ത് നമ്പ്യാരാണ്. അതുപോലെ തന്നെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ദീപു പ്രദീപാണ്. അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോമോട്ടി ജോൺ ആണ്. മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ദിബു നിനൻ തോമസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ് ആണ്. ടീസറും ട്രെയിലറൊക്കെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചിയോദിക്കാവിലെ വിഗ്രഹം കെട്ട കള്ളന്റെ കഥയാണ് ഇതിൻ്റെ അകത്ത് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മണിയന്റെ കഥയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. എൻ്റെ മനസ്സിൽ നിന്നൊരു കഥാപാത്രം എന്ന് പറയുന്ന മണിയൻ തന്നെയാണ്. ഇതിൽ ടൊവിനോ തോമസ് 3 കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് കുഞ്ഞിക്കേളു, അതുപോലെ തന്നെ മണിയൻ, അതുപോലെ തന്നെ അജയൻ. അപ്പം അജയൻ എന്ന് പറയുന്ന ഒരു 90s കാലഘട്ടമാണ്. കുഞ്ഞിക്കേളു എന്ന് പറയുന്നത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ, പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്ന ഒരു ടൈമിലുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉള്ളത്. അത് കഴിഞ്ഞ് മണിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം മിഡിൽ ഏജിൽ, കറണ്ടൊക്കെ വരാൻ തുടങ്ങിയ ഒരു കറണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഉള്ള ഒരു മിഡിൽ ഏജിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ 3 കാലഘട്ടമാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പ്രസ് ആയിട്ട് തോന്നിയത് മണിയൻ എന്ന് പറയുന്ന കള്ളൻ്റെ കഥ ആണ് എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രസ്ഡ് ആയി തോന്നിയത്. കാരണം അതിൽ കുറച്ചും കൂടി അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ എനിക്കൊരു ഇഷ്ടപ്പെടാഴിക, അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് റഷ് കാണിച്ച പോലെ എനിക്ക് പലയിടത്തും തോന്നി. കാരണം കുഞ്ഞിക്കേളുവിൻ്റെ കഥാപാത്രത്തിനെ അധികമൊന്നും കാണിക്കാതെ ഒരു ചെറിയൊരു ഫൈറ്റിൽ മാത്രം ഒതുക്കി പെട്ടെന്ന് പുള്ളിയുടെ തീർന്നു. മണിയൻ വന്നു, കുറച്ചു നേരമൊക്കെ ഒന്ന് കാണിച്ചു. പിന്നെ ചിത്രത്തിലുടനീളം ഉണ്ട്, അവിടെ അങ്ങായിട്ട് കാണിച്ചു പോകുന്നുണ്ടെങ്കിലും മണിയനെ കുറച്ചും കൂടി അറിയണമെന്ന് തോന്നി, അല്ലെങ്കിൽ മണിയൻ്റെ കുറച്ച് കഥകൾ കേൾക്കണമെന്ന് തോന്നി. കുറച്ചും കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നി. അജയൻ എന്ന് പറയുന്നത് 90s കാലഘട്ടത്തിലാണ്. എനിക്ക് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറും, അതുപോലെ തന്നെ എന്താണ് ക്ലൈമാക്സ് എന്നും.
അതെന്നിലെ ഒരു പ്രേക്ഷകനെ ഇച്ചിരി ഒന്ന് സങ്കടപ്പെടുത്തി. കാരണം അജയനെ കാണിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി സംഗതി ക്ലൈമാക്സ് ഇതായിരിക്കും എന്നുള്ളത്. അതിൻ്റെ അകത്തൊരു പ്ലോട്ടോ ഒരു കാര്യവും റിവീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്ലൈമാക്സ് ഇന്നതാണ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അത് തന്നെയാണ് സംഭവിച്ചതും. പിന്നെ അതിൻ്റെ അകത്തുള്ള സബ് പ്ലോട്ട് ഈ നമ്മുടെ ഇവൻസുകൾ കൊള്ളായിരുന്നു. അത് ഗംഭീരമായിരുന്നു. അത് ഞാനൊരു കുറവും പറയുന്നില്ല. എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് അജയനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ക്ലൈമാക്സ് എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ഒരു ഇംപ്രഷൻ കുറഞ്ഞു പോയത്. മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ദിബു നിനൻ തോമസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ പാട്ടുകളും ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫില്ല് ചെയ്ത് ഒരുപാട് സൈലൻസുകളെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ചിലയിടത്തൊക്കെ ചിത്രം സ്ലോ ആയി പോകുന്നിടത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇടിച്ചു കയറി ചിത്രം കാണാൻ ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു പുള്ളിങ്ങോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി പടത്തിൻ്റെ അവസാനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു. ഒരു ഭയങ്കര സിനിമയായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടൂണായിരുന്നു. നല്ലൊരു പാട്ടായിരുന്നു അത്. പിന്നെ വിഷ്വൽസിൻ്റെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ ജോമോൻ ടി ജോൺ ആണ്, പറയേണ്ട ആവശ്യമില്ല. നല്ല ഫ്രെയിമുകളും നല്ല ക്യാമറ ഷോട്ടുകളും വെച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും നിങ്ങൾ OTT-യിൽ പോയി കാണാൻ ശ്രമിക്കരുത്. കാരണം ഇത് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുകളുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നെങ്കിൽ തിയേറ്റർ സ്ക്രീനിൽ തന്നെ കാണുക. അത് OTT സ്ക്രീനിൽ കുഞ്ഞി ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. അത് 3Dയിൽ ആ ക്ലോസപ്പ് ഷോട്ടുകൾ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു നോക്കുക. കാരണം നല്ലൊരു വിഷ്വൽസാണ്, ഗംഭീര വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ VFX ടീം, അതുപോലെ തന്നെ 3D വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഗംഭീരമായിട്ട് VFXും 3Dയും ചെയ്തിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും മികച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് തരിക എന്ന് പറയുന്നത് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വളരെ കുറവാണ് ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന സിനിമകൾ ഇത്രയും ക്വാളിറ്റി ഉണ്ടാക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൊവിനോ തോമസിൻ്റെ പ്രകടനം തന്നെയാണ്. 3 കഥാപാത്രങ്ങളായിട്ട് പുള്ളി വന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി എനിക്ക് മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനോടാണ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. ഒരു പുള്ളി ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു മാനറിസവും ഒരു ആറ്റിറ്റ്യൂഡും ഒരു ബിഹേവിങ്ങും ഒരു ഗെറ്റപ്പിൽ തന്നെ ഒരു ചേഞ്ചും ഒക്കെ വന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്കത് തോന്നി. അജയൻ ആസ് യൂഷ്വൽ ഒരു വലിയ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ടൊവിനോ തോമസിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ മണിയൻ ഈസ് ഡിഫറെൻറ്റ്. ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. വളരെ വലിയൊരു വിഷനാണ് പുള്ളി ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മികച്ച രീതിയിൽ പുള്ളിക്ക് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. മലയാളത്തിന് കിട്ടിയ ഒരു അടിപൊളി ഒരു ഡയറക്ടർ തന്നെയാണ് ജിതിൻ ലാൽ എന്ന് പറയുന്നത്. മാക്സിമം അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകിയ ലിസ്റ്റിൻ സ്റ്റീഫന് തന്നെ മറ്റൊരു ഗൈഡ് കൊടുക്കണം. കാരണം ഈ ഒരു നവാഗത സംവിധായകൻ ഇത്രയ്ക്ക് ബഡ്ജറ്റ് കൊടുക്കുക, അദ്ദേഹത്തിന് വിഷന് കൂട്ടത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിന് ഈ 2 പേർക്കും ഒരു വലിയ 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 ഗൈഡ് തന്നെയുണ്ട്. മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സുരഭിയുടെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മൈന്യൂട്ട് സാധനങ്ങളൊക്കെ പുള്ളിക്കാരത്തി ഡെലിവർ ചെയ്യുന്ന കാണണം. ഒരു മൂഡിൽ നിന്നും മറ്റൊരു മൂഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നത് ക്ലോസപ്പ് ഷോട്ട് വെച്ച് നമുക്ക് ഞെട്ടിച്ച് കളഞ്ഞു പുള്ളിക്കാരത്തി. ഗംഭീര പെർഫോമൻസ്. കുറച്ചു നേരമൊക്കെ ഉള്ളൂ, എന്നാലും സൂപ്പറായിട്ട് മനസ്സിലേക്ക് നിന്നു. അതിനെ ഞാൻ പറയുന്ന മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇൻസൈൻ ആയിട്ടുള്ള കഥാപാത്രത്തിന് ഒപ്പം നിൽക്കാൻ പറ്റിയ ഒരു പെയർ തന്നെയാണ് സുരഭി എന്ന് പറയുന്നത്. അവർ രണ്ടുപേരുമാണ് പെയർ. ഗംഭീരമായിട്ട് ആ ഒരു കെമിസ്ട്രി അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും, അതാ ഞാൻ പറയുന്നത്, മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കുറച്ചും കൂടി ലെയറുകൾ കാണിക്കണമായിരുന്നു, കുറച്ചും കൂടി ആ കഥ എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. കുറച്ചും കൂടി റഷ് അടിച്ച് ഈ ചിത്രം പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർത്തു, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് 2 പാർട്ട് ആക്കണ്ട, ഇത് ഒറ്റ സിനിമയിൽ ഇതെല്ലാ കഥയും പറഞ്ഞു നിർത്താം എന്നുള്ളൊരു റഷ് കാണിച്ച പോലെ എനിക്ക് പലയിടത്തും തോന്നി. ഇതൊരു സെക്കൻഡ് പാർട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തീർന്നപ്പോൾ തോന്നി. കാരണം ലാലേട്ടൻ്റെ പ്രസൻറ്റേഷനിലൂടെയാണ് തുടങ്ങുന്നത്, സ്പോയിലറൊന്നുമല്ല. അപ്പം ആ നറേഷനിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഗുമ്മ് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാടോടി കഥ പോലെ അല്ലെങ്കിൽ മുത്തശ്ശിക്കഥ പോലെ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാധനമാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാധനമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ഇപ്പോൾ കാന്താര എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുന്ന സമയത്ത് തുടക്കത്തിലുണ്ടാകുന്ന ഒരു ഗുമ്മുണ്ട്. അത് നമ്മളെന്ന പ്രേക്ഷകർക്ക് ഒരു ഗുമ്മുണ്ടാക്കി. എന്നാൽ അത് കർണാടകക്കാർക്ക് അതിൻ്റെ ഇരട്ടി ഫീലാണ് ഉണ്ടാക്കിയത്. കാരണം അവരുടെ നാട്ടിലെ കൾച്ചറാണത്. നമുക്ക് കിട്ടുന്നൊരു ഗുമ്മുണ്ട്, അത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേരം തന്നെ ഫീൽ ചെയ്തു ഇതൊരു
ഒരു ലെങ്ത്തിൽ ഇത് പോണേ, അല്ലെങ്കിൽ ഒരു 2 പാർട്ട് ഫിലിം ആയിട്ട്, അല്ലെങ്കിൽ ഒരു അത്ര ഒരു ബ്രഹ്മാണ്ഡ രീതിയിൽ വരണേന്ന് ആഗ്രഹിച്ചു. കാരണം മണിയന്റെ കഥയിലേക്കൊക്കെ കടന്നപ്പോൾ ഞാൻ ലിറ്ററലി ആഗ്രഹിച്ചു പുള്ളിയുടെ കഥയാണ് ഇനി ഓടാൻ പോകുന്നതെന്ന് ആഗ്രഹിച്ചു. അതിലൊരു നിരാശയുണ്ട്. എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, 3D എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഓണക്കാല ചിത്രം തന്നെയാണ് ARM അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ചിത്രം. ഓണത്തിന് തന്നെ റിലീസായ മറ്റൊരു ചിത്രമാണ് കിഷ്കിന്ധ കാണ്ഡം. അപ്പോൾ ആ ചിത്രം കണ്ടിട്ടില്ല, എന്തായാലും ഉടനെ കാണുന്നതായിരിക്കും. കണ്ടതിന് ശേഷം റിവ്യൂ വരുന്നതായിരിക്കും. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും കൂടി ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ ചിത്രം കാണാൻ പറ്റിയില്ല. മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിരിക്കും ആ ചിത്രം കാണുക. കണ്ടതിന് ശേഷം എന്തായാലും അഭിപ്രായം ഞാൻ ഇടുന്നതായിരിക്കും. ARM കണ്ടിട്ടുള്ളവർ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ഓണം അടിച്ചു പൊളിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ഓണം.